chicken. ടർക്കി കോഴി ഉണ്ട് ഇവിടെ. ടർക്കി കോഴി റോഡ് കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. Which one? This one? Beef. This one? Yeah, beef. ഇത് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുള്ള സിസ്റ്റർ. ഇതാണ് ഇവരെ ഓപ്പൺ നമ്മളവിടുത്തെ കിച്ചനെ പോലെയുള്ള ഓപ്പൺ കിച്ചന്റെ ഒരു സെറ്റിംഗ്സ് ആണ്. നോക്കത്താ ദൂരത്തുള്ള ചോളത്തിന്റെ കൃഷിയാണ് ചോളം. ഇത് which food? Food. Food specialist. Yes. Full name. Full name Hamrakul. Boş getir burada, boş getir. Boş getir. Ana, black oil. നമ്മള് താഷ്കണ്ടിൽ നിന്ന് അക്കൂർഖാനിലേക്ക് ഒന്ന് പോവാണ്. നമ്മളെ ദീനാ സിംഗറെ വീട്ടിലേക്ക്. ദീനാ സിംഗറെ ഫാമിലി ആയിട്ട് നിന്ന് സംവദിക്കണം. അവിടെ നിന്ന് ചെറിയൊരു ഫുഡ് കഴിക്കണം നോമ്പ് തുറക്കാനുള്ള. പിന്നെ അവിടുത്തെ സിറ്റി, ആ ചെറിയ സിറ്റിയാണ്, ആ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. അതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ആ വഴിയിലേക്കാണ്. ഇവിടുന്ന് 1 മണിക്കൂർ 70 കിലോമീറ്റർ എന്നാണ്. 70 കിലോമീറ്റർ. ഇപ്പം നമ്മൾ അക്കൂർഖാൻ പോകുന്ന വഴിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നത്. കണ്ടില്ല എങ്ങനെയാണ് മാർക്കറ്റ് ഇവിടെ ഉണ്ടാവുക. ഇത് എനിക്ക് തോന്നുന്നു റാസൽ കൈമയിലും അജ്മാനിലൊക്കെ നമ്മൾ കണ്ട പോലെ കാണുന്നത് പോലെയുള്ള റോഡ് സൈഡിൽ ഇതേപോലെ ഒരു മാർക്കറ്റും കാര്യങ്ങളും ഇതൊരു പുരോഗമനം എത്താത്ത പോലെ. പക്ഷെ എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്താണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ്. നമ്മളതിലെ കടന്ന് ഒരു ഇത് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റസൽ കൈമ പുജേറൊക്കെ ഭാഗത്തുള്ളത് പോലെ നോർമൽ. നമ്മൾ ഇപ്പോൾ ഒരു ഫ്രൂട്ട്സിന്റെ ഭാഗത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രൂട്ട്സിന്റെ ഇതാണ് ആപ്പിള്, അങ്ങനത്തെ ഒരുപാട് ഫ്രൂട്ട്സുകളുള്ള ഭാഗമാണ്. ഭയങ്കര കൃഷിയിടാണ് ഇവിടെ കാണുന്നത്. ഇത് ശരിക്കും ഗ്രാമങ്ങൾ തന്നെ കേട്ടോ. കൃഷിയിടം കഴിഞ്ഞിട്ടുള്ള അതിനോട് ചേർന്നിട്ടുള്ള ഗ്രാമങ്ങളാണ്. ഈ മരം ഇവിടെ എല്ലാ സ്ഥലത്തും നല്ല ഭംഗിയുള്ള മരം അല്ലേ, കുഴിച്ചിട്ട പോലെ ഉണ്ട്. കുഴിച്ചിടുന്നതാണ്, പക്ഷെ എന്നാൽ പോലും ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് തോന്നുന്നു. റോഡ് സൈഡിലൊക്കെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. നമ്മളവിടെ അപ്പക്കാടൊക്കെ പിടിച്ച് നിൽക്കുന്ന മാതിരിയാണ് ഇവിടെ ചെടി ഉണ്ടാവുന്നത്. നമ്മൾ കൊണ്ടുപോയിട്ട് വളരെ ശ്രദ്ധിച്ച് കുഴിച്ചിടുന്ന ചെടികളൊക്കെ ഇവിടുത്തെ അപ്പക്കാട് മാതിരി ഉണ്ടാവുന്ന സാധനം. വലിയൊരു here have factories? This factory have here? No. ഇവിടെ ഇങ്ങനെ അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ശരിക്കും ഒരു പാർക്കിങ്ങിന്റെ സ്പേസ് നമ്മളവിടുത്തെ ഫ്ലാറ്റ് പോലെയല്ല. ഓരോ സെക്ഷനിലും പാർക്കിങ്ങിന് നല്ല സ്പേസ് ഇടുന്നുണ്ട്. ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്ന സിസ്റ്റമൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പാർട്ട്മെന്റിന് ആൾക്കാർ ഒന്ന് വാങ്ങിക്കുന്നുണ്ടില്ല. അതിനോട് ചേർന്നിട്ട് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ്. ഒരുപാട് ഏരിയ, കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ റെയിൽവേ അടുത്ത് തന്നെ റോഡ്. ഇത് ബുഖാറ, സമർഖാൻ, ടഷ്കൻഡിൽ നിന്ന് പോകുന്നതാണ് റെയിൽ ക്ലോസ് ചെയ്യുന്നുണ്ടല്ലോ റോഡിന്. ഇവിടെ ഹോട്ടൽസ് ഒക്കെ ഇതുപോലെ തോട്ടത്തിന്റെ ഇടയിലൊക്കെ ഇതേപോലെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഒരു എന്താ പറയാ, നമുക്ക് എക്സ്പീരിയൻസ് ആവാണ്ടാവും. ഒരുപാട് ഫാക്ടറീസ് ഒക്കെ കണ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ. അപ്പുറം താമസിക്കുന്ന ഫ്ലാറ്റുകൾ, കൃഷികൾ. ശരിക്കും ഇവിടെ മറ്റേ എന്തായിരുന്നു, സ്ട്രോബെറി നല്ലോണം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് സ്ട്രോബെറി. സമർഖാൻ പോകുന്ന വഴി ഇത് അക്കൂർഖാൻ വഴി. Like Kerala, same like Kerala city, see? No, this is not same Kerala. It's different. Kerala have a coconut tree. Much coconut tree, vegetable. This Coca-Cola factory? Yes, factory. Here all Coca-Cola, Pepsi. Yeah. People die fish, after. Fish. Fish. നമ്മള് ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുള്ള കൃഷിയിടങ്ങളാണിത്. ഫ്രൂട്ട്സ്, പിന്നെ ചോളം, അങ്ങനത്തെ
കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത്. കൃഷി ഭയങ്കരമായിട്ട് ഡെവലപ്പാണ് ഇവിടെ. ഇത് സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള ആ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് ഇക്കാര്യത്തിലുള്ളത്. അതിനുള്ള ഫാക്ടറികൾ, അതിൻ്റെ റെഡിയാക്കുന്ന വലിയ വലിയ കൃഷിപ്പാടങ്ങൾ, ഇതൊക്കെ ചോളം, അതേപോലെ അതിൻ്റെ സൈഡിൽ ഫ്രൂട്ട്സിനുള്ള തൈകളും. അതിനിടയിലാണ് നമ്മൾ ഈ കൃഷി മറ്റേ ചോളം ഇടുന്നത്. നോക്കത്താ ദൂരത്തുള്ള ചോളത്തിന്റെ കൃഷിയാണ് ചോളം. ഇതാണ് ഇവരെ ബ്രെഡിന് യൂസ് ചെയ്യുന്നത്. ഇത് 5 മാസം 6 മാസം ആകുമ്പോൾ ചോളം വരും. അത് ഇവര് കൃഷി ചെയ്യുന്നത്. കഴുതപ്പുറത്ത് ചോളത്തിന്റെ സാധനങ്ങൾ, പുല്ലൊക്കെ കയറ്റി പോകുന്നു. ശരിക്കുള്ള ഒരു ഗ്രാമം, ഉസ്ബെക്കിസ്ഥാനിലുള്ള ശരിക്കുള്ള ഒരു ഗ്രാമമാണ്. വിശാലമായ പാടങ്ങൾ, അതിലൂടെ ഉള്ള ഹൈവേ റോഡുകൾ. ഇത് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ഗ്രാമത്തിന്റെ പ്രതീതി ഇങ്ങനെയാണ്. എല്ലാവർക്കും വാഹനം ഉണ്ടാവും. ആ വാഹനം കൊണ്ടാണ് ഇവര് ഈ സ്ഥലത്തേക്കൊക്കെ എത്തുന്നത്. അതിൽ കൃഷിയുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ റോഡ് സൈഡിൽ തന്നെ വിൽക്കുന്നു. അതിന്റെ നമ്മൾ ചോളമൊക്കെ ആണെങ്കിൽ അതിനുള്ള ഫാക്ടറിയാണ് കാണുന്നത്. നമ്മൾ ആ ഫാക്ടറിയിലാണ് നമ്മൾ ഇവിടുത്തെ ഈ കാണുന്ന വലിയ പ്രദേശത്തുള്ള ഈ മൊത്തം ചോളം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ അരിമില്ല് പോലെ ചോളത്തിന്റെ മില്ല്. കിലോമീറ്ററോളമാണ് ഈ പാടങ്ങൾ ഇങ്ങനെ ഉള്ളത്. നമ്മളിപ്പോ പോകുന്ന ഗ്രാമത്തിന്റെ പേരാണ് അക്കുർഖാൻ. അപ്പൊ ഇപ്പോൾ നമ്മൾ എത്തിയ സ്ഥലത്തിന്റെ പേര് അക്കുർഖാൻ എന്നാണ്. ഒരു ഗ്രാമത്തിലെ കൃഷിയിടത്തിലെ ഒരു സിറ്റി. നമ്മൾ ഇടുക്കിയിലും വയനാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ എത്തിയാൽ കാണുന്ന സിറ്റി പോലെ ഒരുപാട് കൃഷിപ്പാടങ്ങളും അതുപോലത്തെ കുറച്ച് ഫാക്ടറികളൊക്കെ ആയിട്ട് അതിനോടനുബന്ധിച്ചിട്ടുണ്ടാവുന്ന സിറ്റിയാണ്. This building make Istanbul people. This apartment. This new. Istanbul people stay here? Yes. What they doing? No. This make Istanbul people. Okay. Decoration from Istanbul. കുഴപ്പമൊന്നുമില്ല, നല്ല സിറ്റിയാണ്. ദുബായ് ഷോ. ഇവിടെയാണ് നമ്മളെ ദീനാ സിംഗറിന്റെ വീട്. അവരെ വീട്ടിലേക്കുള്ള വഴികളാണ്. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ടർക്കി കോഴി ഉണ്ട് ഇവിടെ. ടർക്കി കോഴി റോഡ് കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. Sancarkar. നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് വീട്. ഉള്ളിൽ കയറിയിട്ട് നോക്കാൻ പോകും. അപ്പൊ ഉസ്ബെക്കിസ്ഥാനിലെ നമ്മള് ഒരു ഫാമിലിന്റെ അടുത്തേക്ക് വന്നതാണെന്ന്. അപ്പൊ ഇന്നലെ ഞാൻ പരിചയപ്പെട്ട ദീനാ സിംഗർ ഉണ്ടല്ലോ. അപ്പൊ ദീനാ സിംഗറുമായിട്ട് സംസാരിച്ച് അങ്ങനെ അവരെ വീട്ടിലേക്ക് ഇന്ന് വരുമ്പോൾ ഞാൻ കൂടെ പോകുന്നതാണ്. ഇത് നമ്മളെ റഷ്യന്റെ കാലത്തുള്ള, സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള പഴയ കാറാണ്. ഇത് ദീനാ സിംഗറിന്റെ കാറാണ്. അപ്പോൾ ഇതാണ് വീട്, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് മനസ്സിലാക്കാനാണ്, നമ്മൾ ഇവിടുത്തെ ഫാമിലി കാര്യങ്ങളൊക്കെ ഫുള്ള് പരിചയപ്പെടാം. ദീനാ സിംഗറോട് പെർമിഷൻ വാങ്ങി നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി വരുമ്പം ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷന്. അപ്പോൾ ഞാൻ ആദ്യം വീട് ഒന്ന് കാണിക്കാം. ഇങ്ങനെ ഈ സൈഡും നടുവിൽ ഇവർ ഇതിനെ വെച്ചിട്ട് ഈ സൈഡ് ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഇവിടെയും താമസിക്കുന്നുണ്ട്. ഇവർ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന. ഇതാണ് ഇതിൻ്റെ ഇൻസൈഡിൽ വരുമ്പോൾ ഇവിടെ ഒരു മജ്ലിസ്. ഇതൊക്കെ മുമ്പത്തെ നമ്മൾ അറബികളെ പഴയ വീട് കാണുന്ന അതേ സിറ്റുവേഷനാണ്. ഇവിടെ ഇതൊരു ഫ്രൂട്ട്സിൻ്റെ ചെടിയാണ്. ഇവർ കുറേ ചെടികളും കാര്യങ്ങളും പൂവും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരെ ഗാർഡൻ ഇതിലേക്കുള്ള. അത് വീണ്ടും ഇനി എടുക്കാനുള്ള ബിൽഡിങ്ങിൻ്റെ അതാണ്. ഇതൊക്കെ ഇവർ യൂസ് ചെയ്യുന്നത്. അത് കിച്ചൻ്റെ ഒരു പുറത്തായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കിച്ചനായിട്ട് യൂസ് ചെയ്യുന്നത്. കിച്ചൺ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇവർ ഗ്ലാസ്സിൽ നല്ല കേട്ടനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് ദീനാ സിംഗറിൻ്റെ ഫാമിലീനെ പരിചയപ്പെടാം. അങ്ങനെയുണ്ട്, അടിപൊളി സെറ്റപ്പ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ നല്ല ഭംഗിയിൽ എടുക്കുന്നില്ല. വിശാലമായിട്ട് നമ്മൾ കോൺക്രീറ്റിലാണ് ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള സെറ്റിങ്സും ഭയങ്കര എക്സ്പെൻസീവ് ഒക്കെ വരും. ഇവർ ഉള്ളിൽ നല്ല ഡെക്കറേഷനും എല്ലാ കാര്യങ്ങളും, നല്ല ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ
എനിക്ക് തോന്നുന്നു വലിയ ചെലവൊന്നും വരാനില്ല എന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ദീന സിംഗറിന്റെ ഓരോരോ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ഇത് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുള്ള. ഇത് ഒരു റൂമാണ്. ഇത് നമ്മൾ വിസിറ്റിംഗ് ഹാൾ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഇതേപോലെ സിറ്റിംഗ് ഹാള്. ഇത് വരെ മറ്റൊരു റൂം. ഇതാണ് ദീന സിംഗറിന്റെ മദറും ഫാദറും ആണിത്. ഫാദർ മരിച്ചുപോയി, മദർ ഇപ്പോഴും ഉണ്ട്. നമുക്ക് മദറിനെ പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരെ ഓരോരുത്തരെ നോക്കി പോവുകയാണ്, അത്രയും സൗകര്യങ്ങളായതുകൊണ്ട്. ഇവിടെ ഓരോരുത്തരുണ്ട്. ഇത് ദീനന്റെ അസ്സലാമലൈക്കും. ദീനന്റെ മദറാണിത്. ഇത് ബ്രദറാണ്. ഇന്നലെ നമ്മൾ കണ്ടു. ദീന സിംഗർ, സഞ്ജു. ഇത് സിസ്റ്റർ. ഇതാണ് ഇവരെ ഓപ്പൺ നമ്മളവിടുത്തെ കിച്ചനെ പോലെയുള്ള ഓപ്പൺ കിച്ചന്റെ ഒരു സെറ്റിങ്സ് ആണ്. പിന്നെ മദറാണ് ഫുള്ള് കൺട്രോള്. മദറിന് ഷൈ വീഡിയോ ഷൈ നോ ഷൈ. ഓക്കെ, നോ ടോക്കിംഗ്. ദിസ് സ്പീക്കിംഗ് സംതിങ് ഉസ്ബെക്കിസ്ഥാൻ ബെറ്റർ. യു സ്പീക്ക്. ഇതൊരു സിസ്റ്ററാണ്. സിസ്റ്റർ നെയിം നർഗീസ്. ഇത് which food? Food specialist. Yes. Okay. This India name will come Nargis Banu. This have Banu? Nargis Banu. Yes. I have. ഇവരൊക്കെ എന്താ പറയാ, ഒരു ഫാഷന്റെ ആൾക്കാരാണ്. നമ്മളെ നാട്ടിലെ പോലെയല്ല. ഫുള്ള് സെറ്റിംഗ് ആണ്. ഒരു പാത്രങ്ങള് എല്ലാ സാധനവും ഇവർക്കതാണ്. ഇവർക്ക് സ്റ്റിക്ക് ഉണ്ട്. Uzbekistan. Last time I go India, after Corona coming. From India coming Corona. Yes. Okay. No China. This Samsa. ഇതെല്ലാം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. കുക്കിങ്ങിന്റെ നമ്മളെ കുക്കിംഗ് റേഞ്ച് തന്നെ അതിൽ ഉണ്ടാക്കുന്നതാ. ദിസ് ലഹം, റൈറ്റ്? Laham, yes. Okay. Dulima. This parota. This parota dosa. You like India, yes. India. Chapati. Big chapati. India small chapati. Inside milk. This India small chapati. This big chapati. സലാഡിന് വേണ്ടിയിട്ടുണ്ട്. Chapati. This have Syria. Syria have like this chapati big. Yeah, yes. Making Lebanon. In Tashkent house, where we make in. Turkey also have, Yes. right? Okay. Tandır gel, no Safia, Brent. Bread sweet. Safia. This is brand here. My family like this every time. Safia brand. Yes. അതിന്റെ കേക്കാണിത്. ഓക്കെ. കേക്ക്. ഓക്കെ. അപ്പൊ ഇവരെ കിച്ചന്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. ഫുള്ള് ഒരു ഓപ്പൺ നല്ല ഇതുണ്ടല്ലേ, കിച്ചന് നല്ല ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഗാർഡൻ കാണാനുള്ള സംവിധാനത്തിൽ ഒരു കുടുങ്ങിച്ചയും തോന്നാത്ത വിശാലത തോന്നുന്ന രീതിയിലാണ് ഉള്ളത് കിച്ചൺ. This last person, right? Yes, last person, same like me. Yes. Me also same. Me also same last. Mother and father together with me. Yes. Yeah, all place like this, huh? Okay. Yes. Sanjay have a child? Yes, One. Now going grandfather, mother home. He is that one. Okay. He today go mother home. Okay, this sister. People come. His wife home. Okay. Cousins come from Russia. Okay. Understand? She going. If she's there, she makes a lot for him. What is this? Ano. After going? It's from Allah, yeah. After going? After going. Going. This sister have child? Yes. How many child? 2 child. 2 child have. And have never Child have, after child have, after child have, after child have. 4 have. baby and 4. Okay.
She grandmother. She grandmother. I understand. Ciğerde. Yirken mi? Bari yirken. Bari. Bugün hapşirette değil mi? O kadın söyleyin kesin ciğer pişirir. Family. O da kan mı? Kudurduğu sadece kısta yordumda balı da şaşırdı. Dana vera family. Andrega çıkıyor Murat'ke. Dana vera Anca kadar family. da dumba kornetti. Sence kumur organize ettim. Kumur şaşkık diyor. Okay. You said my sister come Kerala, my city. Yani Kerala'yı Kerala yaptı. Tuğlama Kerala. Surca. Mumbai. Near Mumbai. Kerala different. Bu ressam hoşlanır. I show the map, picture all. Okay. I show. Full name. Full name Hamrakul. 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 Mother name Tohtahan. Tukhta Khan. Yes. Okay. Big Farida. Farida. Firuza. Full name. Farida. Farida. Only Farida. Yes. Only me. Farida Casanova, Farida Siznova. No, like this. Farida Family name. Asraeva. वही पूछ Farida. Asraeva. Medina Asraeva. Mazhar Tohtahan Asraeva. Yo, Nargiza Asraeva. Asraeva, your family name. Yes, family. Yeah, that I am asking. This Russia, something like this. Yes. Asraeva. Sanjar Kidis Hamrakul. Şu birinci imtihanaki After Sanjar Kidis Hamrakul. Ah. Father name. Father name. Like. Change. Okay. Food ഉണ്ടാക്കുന്നത്. What is this? Göş. Göştün veriydi. Which one? This one? Beef. This one? Uyan beef. Beef. This one beef? Halal. This one also? Yes. This horse no? Like this have horse? Horse no? Horse no eat? No. Horse no eat? No. Okay. This halal. This is Cheese. 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 Yeah, cheese. Too much eating here. Yes. Okay. My family likes. No, all Uzbekistan like. Uzbekistan like. Turkistan like. Mana? This one only. Only one, yeah. ഉള്ളി കട്ടിങ് സലാഡിന് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ടിങ് സലാഡിന് വേണ്ടിയിട്ടുള്ള തക്കാളി കട്ടിങ് ഇത് ഞാൻ കട്ട് ചെയ്ത തക്കാളിയാണ് അപ്പം സലാഡുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊക്കെ സലാഡിലേക്കുള്ളതാണ് ഇതൊക്കെ നമ്മളെ സഞ്ചാറിൻ്റെ കൂടെ ഒരു ഇത് വാങ്ങിക്കാൻ വന്നതാണ് എന്താ പറയുക കബാബ് പോലത്തെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി കിച്ചണിൽ നമ്മളവിടെ കിച്ചണിൽ വിൽക്കുന്നത് പോലെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് വന്നതാണ് ഇത് ഓരോരോ പാക്കിങ് വെക്കുന്നതാണ് ഇത് സംഭവം ഇവർ അതിനുള്ള കബാബിന്റെ സാധനം പാക്കറ്റായിട്ട് വെക്കുന്നത് അസ്സലാമു അലൈക്കും അപ്പൊ അതിനുള്ള പാക്കറ്റുകളാണിത് ഓ ദിസ് വി ടേക്ക് ആഫ്റ്റർ മേക്ക് ദർ ഓക്കെ ഇതാണ് ഇവിടെ ഇതിൻ്റെ സാധനങ്ങളാണ് ഫുള്ള് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് മൊത്തം ഇല്ല ഓ ഇത് അടിപൊളി സെറ്റപ്പ് അത് വാങ്ങിക്കൊണ്ടുപോയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പണിയുള്ളൂ നീ ഉണ്ടാക്കുന്നൊന്ന് കാണാം ഓക്കെ ഇത് ഇവിടുത്തെ സിസ്റ്റം തെറ്റില്ലല്ലോ സാധനം നമ്മളെ നാട്ടിലെ ഇത് വേണം ഇതാ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ അതിൻ്റെ പാക്കറ്റാണ് അപ്പോൾ ഇവിടെ ഇത് വോഡ്ക ഡ്രിങ്കൊക്കെ ആണ് അസ്സലാമു അലൈക്കും യു സ്പീക്ക് ഇംഗ്ലീഷ് ഉസ്ബെക് ഓൺലി ദിസ് യു സെയിലിംഗ് ഹിയർ ദിസ് പീപ്പിൾ റമദാൻ ദിസ് ബൈ നോ പ്രോബ്ലം No problem? No, I am asking. Hoi. Hey, I am asking this Muslim drink Ramadan? This drink? No, anak kayu. Zaprit nyetu. This sailing, no problem. No. No problem, can sail. ഇവിടെ നോമ്പിന് ഇതൊക്കെ വിൽക്കും കേട്ടോ ഈ സാധനമൊക്കെ വിൽക്കും ഇവിടെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും വിൽക്കും ഇതൊക്കെ ഇവിടെ വെക്കും ഇതൊക്കെ ഇവർക്ക് കുടിക്കാം എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയ ഇവർ പറഞ്ഞു വെച്ച് മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് നോമ്പിന് കുടിക്കാന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് ലാംഗ്വേജ് മനസ്സിലായിട്ടാണോ എന്നറിയില്ല എന്തായാലും ഒന്നും കൂടി അത് അന്വേഷിക്കണം അതിൻ്റെ ഷോപ്പാട്ടോ ഇത് നമ്മൾ വിനോദം കൊടുക്കാതെ ഇപ്പം വിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ റമദാനും ഇത് വിൽക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം ഇതാണ് ഇവിടുത്തെ നോമ്പ് തുറക്കാനുള്ള
ഫുള്ള് Instagram'ımızda. നോമ്പ് തറ Uzbekistan. അടിച്ചു പൊളിക്കാം. Bizi böyle kana koyuyor. Şapla kura. Boşsuzga takayım dugan, boşsuzga takayım. Boşsuzga. Ana, bilek koyun. Você liga fichando. Uyma. Bunu ben bir Zorak ya. Bilek kim ortak nasıl yarıştı? Biliyorsun. Tek bilek kim ortak? İngilizce. Okay? Okay. Numara try. Nice. ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ്. രാവിലെ തണുപ്പത്ത് ഉറങ്ങി എണീറ്റിട്ടുള്ളൂ. അപ്പം ഞാൻ ഇന്നലെ ദിനാസിംഗർ വീട്ടിലെത്തി, നോമ്പ് തുറന്നു. പിന്നെ പള്ളിയിൽ പോയിട്ട് നിസ്കാരമൊക്കെ എടുത്ത സമയത്ത് അവിടുന്ന് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നിസ്കാരത്തിനകത്തല്ല, പുറത്ത് പള്ളിയിൽ നിന്ന് എടുത്തപ്പോൾ അവിടെ പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ റഷ്യൻ്റെയും ഉക്രൈൻ്റെയും വാറിൻ്റെ കാര്യത്തിൽ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ റഷ്യക്കാർ ആരോ വന്നിട്ടുണ്ട്, അതിനെ കൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് ഡിലീറ്റ് ചെയ്തത്. എനിവേ തിരിച്ചു വന്നു. ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിലൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങിയ സ്ഥലം. എൻ്റെ ബാഗതാ, തൊപ്പിതാ ഇവിടെ. ഇത് വലിയൊരു വരെ ഒരു എന്താ പറയുക, ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ്. ഡൈനിങ് ഒക്കെ കണ്ടെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ. അപ്പം ഇതിൻ്റെ ഈ സ്ഥലത്ത് ഇതാ ഈ സോഫയിലാണ് ഞാൻ കിടന്നത്. ഇത് ചാർജറൊക്കെ കുത്തിയിട്ട് ഗോപ്രോ ഇതാക്കിയിട്ട് സോഫ, തലയാണി ഒക്കെ അടിപൊളി സൗകര്യമാണ്. ഭയങ്കരം തണുപ്പത്തതാ ഈ ഒരു ഇത് അങ്ങോട്ടൊക്കെ ഇട്ടിട്ട് കൊണ്ട് കവർ ചെയ്ത് കിടന്ന് എൻ്റെ ബാഗ്. അപ്പം ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ പോകാൻ പോവാണ്. കർട്ടൻ്റെതൊക്കെ കണ്ടെങ്കിൽ ഇവിടുത്തെ ഡെക്കറേഷന് ഇത് ഞാൻ പറഞ്ഞല്ലോ, പേർഷ്യൻ്റെ ആ ടച്ചാണ്. മുഗൾ, പിന്നെ എന്താ പറയുക, നമ്മൾ ആര്യൻസ് ഒക്കെ പറയാം അവരെ കൊണ്ട്. ഇതൊക്കെ വരെ പാരമ്പര്യങ്ങളാണ്. ഭയങ്കര ഒരു ഇതാണ്. ഇത് ചൈനയിൽ നിന്ന് വന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്താണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈനയിൽ ഇതുപോലത്തെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. ഈ പാത്രങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന സിസ്റ്റം പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു വേറെ ടൈപ്പിലുള്ള, നമ്മളതായ ടൈപ്പിലുള്ള. ഇപ്പോൾ ഇത്തരം ഡെക്കറേഷൻസൊക്കെ നമ്മൾ കുറവായിരിക്കും. ഇപ്പം നമ്മളൊരു സിമ്പിൾ മെത്തേഡിലാണല്ലോ നമ്മളൊക്കെ ഡെക്കറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് നമ്മൾ മരം കൊണ്ടൊക്കെ ഒരുപാട് വർക്കുകൾ ഇതുപോലത്തെ ചെയറൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് കഥകൾ.